ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്രോട്ടൈസിങ് ഫാസൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെയാണ്. ഫ്ലഷ് ഈറ്റിംഗ് ഡിസീസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസിയ എന്ന് പറയുന്ന ലെയർ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അതായത് നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ, സ്കിന്നിന്റെ താഴെ മസിലിന് മുകളിലായിട്ട് കാണുന്ന ലെയറാണ് ഫാസിയ. ഇതിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് നെക്രോട്ടൈസിങ് ഫാസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്രോട്ടൈസിങ് ഫാസൈറ്റിസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സോഫ്റ്റ് ടിഷ്യൂസിനെ അത് എഫക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ സോഫ്റ്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ? സോഫ്റ്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ബോൺ അല്ലാതെ നമ്മുടെ ബോഡിയിലുള്ള മസിൽസ്, ലിഗമെന്റ്, ടെൻഡൻസ്, ഇതൊക്കെയാണ് സോഫ്റ്റ് ടിഷ്യൂസ്. അപ്പൊ ഇതിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലെ കോശങ്ങളെ നശിപ്പിച്ചു കളയുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ നെക്രോട്ടൈസിങ് എന്ന് വിളിക്കുന്നത്. നെക്രോസിസ് എന്ന് പറഞ്ഞാൽ സെൽ ഡെത്ത് എന്നാണ്. അപ്പം കോശങ്ങൾ നശിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ടാണ് ഇതിനെ നമ്മൾ അങ്ങനെ പേര് വിളിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത, ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് സിവിയർ ആയി കഴിഞ്ഞാൽ ബ്ലഡ് സ്ട്രീമിലൂടെ ഈ ബാക്ടീരിയ പോയിട്ട് ഇന്റേണൽ ഓർഗൻസിനൊക്കെ എഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ വരുന്നത്? സാധാരണ വൂണ്ടിലൂടെയാണ് ഈ ബാക്ടീരിയ കയറുന്നത്. ഏതൊക്കെ ബാക്ടീരിയയാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്? ക്ലോസ്ട്രീഡിയം സ്പീഷ്യസും അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് പൈറോജനസ് സ്പീഷ്യസും ആണ് സാധാരണ ഉണ്ടാക്കുന്നത്. ഇൻഫെക്ഷൻ പലതരത്തിലുണ്ട്. ടൈപ്പ് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുണ്ട്. കോമൺ ആയിട്ട് കാണുന്നത് ടൈപ്പ് 1 ആണ്. ഇത് കണ്ടേജിയനസ് അല്ല ഈ ഇൻഫെക്ഷൻ. അതായത് ഒരു പേഷ്യന്റിൽ നിന്ന് വേറൊരു പേഷ്യന്റിലേക്ക് പോകുന്ന, സ്പ്രെഡ് ചെയ്യുന്നതല്ല ഇൻഫെക്ഷൻ. പക്ഷേ ഇതുണ്ടായ ആള് പ്രോപ്പർ കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡെത്ത് വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ റീസൺസ്, എന്തുകൊണ്ടാണ് ഈ കണ്ടീഷൻ വരുന്നത്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നത്? പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാത്ത സർജിക്കൽ കണ്ടീഷൻസിൽ നമ്മൾ സർജറി ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ മുറിവുകൾ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റിന് ചെയ്യാൻ പറ്റുന്നത്? ട്രീറ്റ്മെന്റിന് ചെയ്യാൻ പറ്റുന്ന മെയിൻ ആയിട്ട് IV ആന്റിബയോട്ടിക് ഏജൻസ് കൊടുക്കുക എന്നുള്ളതാണ്. IV ആന്റിബയോട്ടിക് ഏജൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് സർജറി ചെയ്യാം. അതായത് സോഫ്റ്റ് ടിഷ്യൂല് നശിച്ചു പോയ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂ ഉണ്ടല്ലോ, അതിനെ നമുക്ക് മാറ്റിയിട്ട് റിമൂവ് ചെയ്തിട്ട് സ്പ്രെഡ് കുറയ്ക്കാനായിട്ട് സർജറി ചെയ്യാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി, അതുപോലെ തന്നെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ആ പെർട്ടിക്കുലർ റീജിയനിലെ മസിൽസ് ഒക്കെ നശിക്കുവാണല്ലോ. അപ്പൊ നമുക്ക് പ്രോപ്പർ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സിവിയർ കണ്ടീഷനാണ്. പ്രോപ്പർ കെയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. പ്രോപ്പറായിട്ട് സർജറി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്റ്റെറിലൈസ്ഡ് ഉള്ള കണ്ടീഷൻസിൽ ചെയ്താൽ, അതുപോലെ നമ്മൾ വൂണ്ടിന് നല്ല കെയർ കൊടുത്ത് വൂണ്ട് നല്ല ഹീൽ ചെയ്യാനായിട്ട് പ്രോപ്പർ കെയർ കൊടുത്താലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. താങ്ക് യു.